നിലമ്പൂരിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കുഞ്ഞു മരിക്കാനിടയായ സംഭവം ഭയങ്കര ദൗർഭാഗ്യകരമാണ്. അതിയായ ദുഃഖം പ്രകടിപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ, വന്യജീവി ആക്രമണ കാര്യങ്ങളിൽ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു വനം മന്ത്രി ഒരു കാര്യവും ഇതുവരെ ചെയ്യാതെ വനാതിർത്തികളിലെ ജനങ്ങളെ വന്യജീവികളുടെ വിട്ടുകൊടുത്തുകൊണ്ട്, വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു നടപടിയില്ലാതെ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു മന്ത്രിയാണുള്ളത്. ആ മന്ത്രി ഇതിൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ചിരിക്കുകയാണ്. എത്ര ഹീനമായ തരത്തിലാണ് സംസാരിച്ചത്. ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. ഇറങ്ങി പുറത്തു പോകണം. എന്ത് ഗൂഢാലോചനയാണ് ഇതിൻ്റെ അകത്ത്. തെരഞ്ഞെടുപ്പിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന വൃത്തികെട്ട, ഞാൻ ആ വാക്ക് ഒന്നും കൂടി വൃത്തികെട്ട ആരോപണമാണ് ഈ വനം മന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. എന്നിട്ട് അയാൾക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി. ഇപ്പോൾ പാലക്കാട് നീലപ്പെട്ടിയായിട്ടാണ് വന്നതെങ്കിൽ ഇപ്പോൾ പന്നിക്കണിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഇത്രയും ഹീനമായ ഒരു ആരോപണം ഉന്നയിക്കാൻ എന്തടിസ്ഥാനത്തിലാണ് ഈ കുഞ്ഞിൻ്റെ മരണം, ആ കുഞ്ഞിൻ്റെ മരണത്തെ സംബന്ധിച്ച് എല്ലാവരും വിഷമിക്കുമ്പോൾ, എല്ലാവരും ദുഃഖിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനോട് അതിനെ കൂട്ടിക്കെട്ടുന്ന ഈ ഒരു ഹീനമായ ആരോപണം അത് പിൻവലിക്കണം. അല്ലെങ്കിൽ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകണം. ഒന്ന്, അദ്ദേഹം ഈ കസേരയിലിരിക്കാൻ യോഗ്യനല്ല. കാരണം ഒരു പണിയും ചെയ്യുന്നില്ല വനം വകുപ്പ്. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സംസ്ഥാനത്തുടനീളം വന്യജീവി ആക്രമണം വരികയാണ്. മാനന്തവാടിയിൽ കടുവ ഒരു സ്ത്രീയെ കൊന്ന് ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ അദ്ദേഹം കോഴിക്കോട് ഫാഷൻ ഷോയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ടിപ്പിക്കലായിട്ട് പറയുകയാണെങ്കിൽ അതാണ്. ഒരു കാര്യവും കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. സാധാരണ കിടങ്ങുകൾ കുഴിക്കും, ഫെൻസിങ് ഉണ്ടാക്കും, ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടാക്കും, മതിൽ പണിയും. ഇതിനൊന്നിനും പണം അനുവദിച്ചിട്ടത് ചിലവാക്കുക പോലും ചെയ്തിട്ടില്ല. 3-4 വർഷമായി ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഈ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണത്തിൽ ജനങ്ങൾ വല്ലാതെ, ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി, അവിടെ എല്ലാം ജനങ്ങൾ വല്ലാതെ ഭീതിയിൽ കഴിയുന്ന ഒരു, തൊട്ടപ്പുറത്താണ് കരുവാരക്കുണ്ട്. അവിടെ കടുവ ഒരു ആക്രമണത്തിൽ ആളുകൾ ഭയന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ജനങ്ങൾ മലയോരത്തെ എല്ലാ സ്ഥലത്തും ഭീതിയിലാണ്. അവിടെയാണ് ആളുകൾ ഈ കെണി വെച്ച് പന്നിയെ പിടിക്കാൻ സ്വയം തയ്യാറാകുന്ന ഒരു സ്ഥിതിയിലേക്ക് ആളുകൾ പോകുന്നത്. ഗവൺമെൻറ്റിൻ്റെ നിഷ്ക്രിയത്വമാണ് ഇതിനെല്ലാം കാരണം. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം നമ്മുടെ രാജ്ഭവനിൽ RSS നേതാവ് ഗുരുമൂർത്തി വന്ന് പ്രസംഗിച്ചു. രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തിയത്. മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ചു. പ്രതിപക്ഷം 22-ാം തീയതി അതിശക്തിയായി അതിനെതിരായിട്ട് പ്രതിഷേധം പ്രകടിപ്പിച്ചു. ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ഈ രാജ്ഭവനെ രാഷ്ട്രീയ വേദിയാക്കി മാറ്റുന്നതിനെതിരായി സർക്കാർ രാജ്ഭവനിൽ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കണം, അറിയിക്കണം, പ്രൊട്ടസ്റ്റ് അറിയിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു. അനങ്ങിയില്ല, മിണ്ടിക്കൊടുത്തില്ല. ഇപ്പോൾ രണ്ടാമത് ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്ന വിവാദവുമായി ബന്ധപ്പെട്ട് മന്ത്രി പ്രസാദ് അത് ബഹിഷ്കരിച്ചു. എന്നിട്ട് മുഖ്യമന്ത്രി മൗനമാണ്. അപ്പോൾ രാജ്ഭവനെ മതപരമായ പ്രചരണത്തിനും രാഷ്ട്രീയമായ പ്രചരണത്തിനും RSSൻ്റെ പ്രചരണത്തിനുമുള്ള സ്ഥലമാക്കി മാറ്റുന്നതിനെതിരായി ഈ സർക്കാർ ശക്തിയായ പ്രതിഷേധം രാജ്ഭവനിൽ അറിയിക്കാൻ തയ്യാറുണ്ടോ? അല്ല, ബാന്ധവമാണ്. ഗവർണറെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണല്ലോ നിർമ്മലാ സീതാരാമനെ കാണാൻ പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് നിർമ്മലാ സീതാരാമനോട് ഒന്നും പറഞ്ഞില്ല. ഗവർണറെ കൂട്ടിക്കൊണ്ട് ചർച്ചയ്ക്ക് പോയതാണ്. BJP CPM രഹസ്യ ബാന്ധവമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണല്ലോ ഹൈവേയുടെ കാര്യത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു, വലിയ കൃത്രിമങ്ങൾ നടന്നു, ക്രമക്കേടുകൾ നടന്നു, എഞ്ചിനീയറിംഗ് പിഴവുകളുണ്ടായി. ഈ സംസ്ഥാനത്താണ് നടന്നത്. കേരള ഗവൺമെൻറ്റിനും മാത്രം ഒരു പരാതിയില്ല, CPMനും ഇല്ല ഒരു പരാതിയില്ല. ഞങ്ങൾക്കൊരു പരാതിയില്ല എന്ന് പറയാം. ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് ഹൈവേ നിർമ്മാണത്തിൽ നടന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെയും BJPയെയും ഭയപ്പെട്ടുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത്. പേടിച്ച് പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിൽക്കുകയാണ് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ നേരെ. അപ്പോൾ കേരളത്തിലെ രാജ്ഭവനെ ഒരു കാരണവശാലും രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും ആയി ഉപയോഗിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനെതിരായിട്ടുള്ള അതിശക്തിയായ പ്രതിഷേധം കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണെന്ന് മുഖ്യമന്ത്രി ഇനിയെങ്കിലും പറയണ്ടേ? പക്ഷെ മുഖ്യമന്ത്രി പറയുന്നില്ല. ഈ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് UDF ആണ് അതിനെ രാഷ്ട്രീയമാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതാണ് രാത്രി തന്നെ ഈ ഇത്തരത്തിൽ പ്രതിഷേധം തുടങ്ങി അതിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എവിടെയാണ് ഇത്തരം മരണങ്ങൾ ഉണ്ടായാൽ പ്രതിഷേധം ഉണ്ടാകാതിരിക്കുന്നത്? എവിടെയാണ്? എല്ലാ സ്ഥലത്തും UDF അല്ല, ജനങ്ങൾ ഇറങ്ങിയല്ലേ. വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത്, ഇതുപോലെ അപകട മരണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് ആളുകൾ രാത്രി
പ്രതിഷേധിക്കില്ലേ? അതിശക്തിയായ ആളുകൾ പ്രതിഷേധിക്കും, ഗവൺമെൻറ്റിനെതിരായി പ്രതിഷേധിക്കും. അവിടെ LCT ബോർഡ് അറിയണ്ടേ, അല്ലെങ്കിൽ ബാക്കി വനം വകുപ്പ് അറിയണ്ടേ? ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ ഇത്തരം ഒരു സംഭവം ഉണ്ടായി, ഒരു കുഞ്ഞു മരിക്കാനിടയായാൽ, ഒരു സംഭവത്തിൽ കുഞ്ഞു മരിക്കാനിടയുണ്ടായ സ്വാഭാവികമായ പ്രതിഷേധം വരില്ലേ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണോ സമരം നടത്തുന്നത്? എല്ലാവരും ഇറങ്ങില്ല. അപ്പോൾ അതൊക്കെ കേരളത്തിൽ സ്വാഭാവികമായ കാര്യമല്ലേ? അവിടെ CPM-കാരും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും, എല്ലാവരും പ്രതിഷേധിക്കാറിറങ്ങും നാട്ടിൽ. വനമന്ത്രി പറയുന്നത് ഈ കേസിൽ ഒരു UDF-ന്റെ പഞ്ചായത്ത് അംഗം ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഒരു UDF ആണ് കെണിവെച്ചെന്നുള്ള തരത്തിൽ പോലും അദ്ദേഹം പറയുന്നത്. ഞാൻ പറയുന്നത് ഇയാൾ എത്ര വൃത്തികെട്ട ആരോപണമാണ് ഈ മന്ത്രി ഉന്നയിക്കുന്നത്, എത്ര വൃത്തികെട്ട ആരോപണം. അയാളുടെ കഴിവുകേട് മറച്ചു വയ്ക്കാൻ വേണ്ടി, സ്വന്തം കഴിവുകേട് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പറയുക ചുമ്മാ ഇരുന്ന്. എവിടെ നിന്ന് കിട്ടിയത് മന്ത്രിക്ക് ഈ വിവരം? പോലീസ് മന്ത്രിയോട് പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയല്ലേ പറയേണ്ടത്. പോലീസ് മന്ത്രിയോട് പറഞ്ഞോ ഇങ്ങനെ UDF-കാരൻ ഇത് കെണി വെച്ചില്ല? ഈ കുട്ടി ഒരു കോൺഗ്രസ് കുടുംബത്തിലെ കുഞ്ഞാണ് മരിച്ചത്, വലിയ കോൺഗ്രസ് കുടുംബത്തിലെ ഒരു കുട്ടിയാണ് മരിച്ചത്. അതിനെ രാഷ്ട്രീയ ആരോപണമാക്കി പണ്ട് കുഴൽപ്പണം എന്താണ് നീലപ്പെട്ടി കൊണ്ടുവന്നിട്ട് കുഴൽപ്പണം ആക്കിയ പോലെ എൻ്റെ ഗൂഢാലോചന നടത്തി UDF ആണ് ഈ കെണി ഒരുക്കിയിട്ട് ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കിയത്. ഇയാളുടെ നിഷ്ക്രിയത്വം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വൃത്തികെട്ട ആരോപണം ഉന്നയിക്കുകയാണ്. എന്നാൽ പിന്നെ മന്ത്രി എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാൻ പോയത്? വനം വകുപ്പിനും ബന്ധമില്ലെങ്കിൽ മന്ത്രി എന്തിനാണ് ഇതിൽ ഗൂഢാലോചന ഉന്നയിച്ചത്? എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ഈ ഗൂഢാലോചന ഉന്നയിച്ചത്? എന്തിനാണ് ഇദ്ദേഹം കയറിയിട്ട് സംസാരിക്കുന്നത്? അനവസരത്തിൽ സംസാരിക്കുന്നത്. അല്ലാത്ത സമയത്ത് ഇദ്ദേഹത്തെ കാണാറില്ലല്ലോ. ഞാൻ വേണമെങ്കിൽ പറയാം, മാനന്തവാടിയിൽ സ്ത്രീയെ കടുവ പിടിച്ചു വന്നപ്പോൾ ഇദ്ദേഹം ഫാഷൻ ഷോയിലിരുന്ന് പാട്ടുപാടുകയാണ്. ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ഈ പ്രദേശത്ത് പോകാറില്ല പുള്ളി. അദ്ദേഹം വയനാടിൻ്റെ ചുമതലയും കൂടിയുള്ള ആളായിരുന്നു, ആ പ്രദേശത്തേക്ക് പോകില്ല. എത്ര പേരെയാണ് ആന ചവിട്ടി കൊന്നത്, കടുവ കടിച്ചു കൊണ്ടുപോയത്, തല കടിച്ചു കൊന്നത്, എത്ര പേരെയാണ് ഈ വർഷം തുടങ്ങിയിട്ട് എത്ര സംഭവങ്ങളായി. അപ്പം എന്നും പ്രതികരിക്കാത്ത ആൾ ഇപ്പോൾ വനം വകുപ്പിന് ഇല്ലെങ്കിൽ വനം വകുപ്പും ഉണ്ടായിരുന്നാൽ പോരെ? വനം വകുപ്പിന് ഇതിൻ്റെ അകത്ത് പങ്കില്ലെങ്കിൽ വനം വകുപ്പും ഉണ്ടായിരുന്നാൽ പോരെ? പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്, പച്ചക്കള്ളം. ഇനി കോൺഗ്രസ് ആണെങ്കിൽ എന്താ പ്രതി? UDF ഗൂഢാലോചന നടത്തി കുഞ്ഞിനെ കൊല്ലായിരുന്നു, അതാണ് നിങ്ങൾ പറയണത്, അതാണോ നിങ്ങൾ സംസാരിച്ചത്? UDF ഗൂഢാലോചന നടത്തി ഈ കുഞ്ഞിനെ കൊല്ലായിരുന്നു എന്നാണ്. ഇവരുടെയൊക്കെ വേറെ പണിക്ക് പോകാൻ പറ, വേറെ പണിക്ക് പോകാൻ പറ. ഇലക്ഷൻ ജയിക്കണമെങ്കിൽ മത്സരിച്ച് ജയിക്കാൻ പറ, രാഷ്ട്രീയം പറഞ്ഞ് മത്സരിച്ച് ജയിക്കാൻ പറ. ഇതുപോലെ പാലക്കാട് സംഭവിച്ചത് സംഭവിക്കും, അത്രയല്ല, വേറെ ഒരു പ്രശ്നമില്ല. അല്ലല്ല, എന്ത് ആരോപണം? ഇത്രയും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതിൽ രാഷ്ട്രീയ, അവിടെ പഞ്ചായത്ത് മെമ്പറുണ്ട്, വരിക്കടവ് കോൺഗ്രസിൻ്റെ പഞ്ചായത്താണ്, അതുകൊണ്ട് പഞ്ചായത്താണ് കെണിവെച്ച് പന്നിയെ പിടിക്കാൻ നോക്കിയത്. എന്ത് അസംബന്ധമാണ് പറയുന്നത്? അസംബന്ധമാണ് പറയുന്നത്. പഞ്ചായത്താണോ പിടിക്കുന്നത്? അല്ല, പഞ്ചായത്താണോ കെണിവെച്ച് ഈ, ഞാൻ ചോദിക്കട്ടെ, പഞ്ചായത്താണ് ഈ ഇലക്ട്രിക് കെണി വെച്ചിട്ട് പന്നിയെ പിടിക്കാൻ നോക്കുന്നത്? പിടിക്കാൻ പഞ്ചായത്തിന് എന്താ അധികാരമുള്ളത്? പഞ്ചായത്തിന് എന്താ അധികാരമുള്ളത്? അവിടെ പോലീസില്ലേ? പോലീസിന് അധികാരമുണ്ട്, ഫോറസ്റ്റിന് അധികാരമുണ്ട്, LCT ബോർഡിന് അധികാരമുണ്ട്. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമോ? നേരത്തെ ഇത് അറിയാമെങ്കിൽ ഏറ്റവും വലിയ പരാജയം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഈ 3 ഏജൻസികളാണ് ചെയ്യേണ്ടത്, പോലീസ്, ഫോറസ്റ്റ്, LCT ബോർഡ്. നേരത്തെ ഇത് അറിയാം എന്ന് കൈരളിയുടെ ലേഖകൻ പറഞ്ഞ സ്ഥിതിക്ക് ഈ 3 കാര്യങ്ങളും ഈ 3 ഏജൻസികൾ എന്ത് ചെയ്യാനും നേരത്തെ അറിഞ്ഞിട്ട്, അല്ല പഞ്ചായത്ത് മെമ്പർ എന്ത് ചെയ്യാന്, പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്തും എന്ത് ചെയ്യാന്? നിങ്ങൾ നേരത്തെ അറിയാമായിരുന്നു എങ്കിൽ ഈ 3 ഏജൻസികളും എന്തുകൊണ്ട് ഇടപെട്ടില്ല? അവർക്ക് മാത്രമേ അധികാരമുള്ളൂ, അവർക്ക് മാത്രമേ അധികാരമുള്ളൂ ഇത് പിടിക്കാൻ. അല്ലാതെ വഴി കൂടി പോകുന്ന ആളുകൾക്ക് പിടിക്കാൻ പറ്റുമോ? ആളുകൾ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കെണിവെച്ച് തന്നെത്താൻ അവരുടെ തോട്ടത്തിലേക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് കെണിവെച്ചിട്ടുണ്ട് കേരളത്തിൽ. കാരണം ഗവൺമെൻറ് ഒന്നും ചെയ്യില്ല. ഗവൺമെൻറ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് നാട്ടിൽ മുഴുവൻ ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്, കേരളം മുഴുവൻ ഇത് ചെയ്യുന്നുണ്ട് വനാതിർത്തികളിൽ. എന്നിട്ട് ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി UDF കൊണ്ട് കൂടുവച്ചാണെന്നൊക്കെ എന്ത് പറയാനാ? അതായിക്കോട്ടെ തന്നെ, അന്വേഷിച്ച് കണ്ടുപിടിച്ചോട്ടെ, അന്വേഷണം നടക്കട്ടെ തന്നെ. ഇത് നീലപ്പെട്ടി അന്വേഷിക്കാൻ പോയത് ഓർമ്മയുണ്ടല്ലോ, കള്ളപ്പണം കൊണ്ടുവന്നിട്ട്. എന്നിട്ട് ആരാണ് അവസാനം വഷളായെന്ന് കണ്ടല്ല, ഇത് വേറൊരു നീലപ്പെട്ടിയാണ്, അതുമായിട്ട് പൊക്കോളും. അതുമായിട്ട് പോയവരെ പൊടി പോലും കണ്ടിട്ടില്ല, പോയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല, ഓടിയ വഴിക്ക് ഈ നീലപ്പെട്ടിയായിട്ട് വന്നവരുടെ. അതുപോലെ തന്നെ ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ 3rd റേറ്റ് 3ാം കിട ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. 3ാം കിട അതൊരു മന്ത്രി ഉന്നയിച്ചു എന്നതോർത്തിട്ട് ഞാൻ ലജ്ജിക്കുന്നു, കേരളം ലജ്ജിക്കുന്നു, അത്രയേ ഉള്ളൂ. CPI ശക്തമായ നിലപാടെടുക്കണം LDF-നകത്തുനിന്ന്. CPM
മുഖ്യമന്ത്രിക്ക് നിലപാടില്ല. ഗുരുമൂർത്തി വന്ന് പ്രസംഗിച്ചപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെട്ടാണ്, കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടാണ് പ്രൊട്ടസ്റ്റ് ചെയ്യണം, രാഷ്ട്രീയ വേദിയാക്കരുത് രാജ്ഭവൻ. അതിനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്ക് ഇല്ലാത്ത പ്രശ്നം. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ: 1 ഗുരുമൂർത്തിയുടെ വിഷയം, 2 ഈ ഭാരതാംബയുടെ വിഷയം, 3 ഹൈവേയുടെ വിഷയം. അവിടെയെല്ലാം പഞ്ചപുച്ഛമടക്കി ഗവർണറുടെ മുമ്പിലും ദേശീയ BJP നേതൃത്വത്തിന് മുമ്പിൽ നിൽക്കുകയാണ് ഗവൺമെൻറ്.